ആരാ ഇത്? സീക്കിയോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമ്മ ചേർത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടടാ. ഇതാ മറിയാമ്മ ചേർത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. എനിക്കോ? ലഡു, ജിലേബി, പഴം, അലുവ. മേഘത്തിന് നല്ലതല്ലേ? തിന്നാ വേം പൊക്കോളും തള്ള. കണ്ട ഇനിയുണ്ട്. ആളുകൾ പറയുന്നത് പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരണില്ലേ? 3 അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക. പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്കുക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറയണത് കേട്ട് നടക്കും. വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചിയുണ്ടോ മോനെ? കെട്ടിയതല്ലേ. ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മപ്പേച്ചകേ. മറിയാമ്മ ചേട്ടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് 2 ആൾക്കും കൂടി വിറ്റാലോ? നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടായിട്ട് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ? അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. എല്ലാവർക്കും കൊടുക്കും. ചേട്ടാ, ഓ എടുത്ത് കഴിക്കും. ഞാൻ കഴിച്ചോ? ഓ എടാ, നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണ്ടടാ മെഴുവേലി തറ. ഈ തറയെന്ന് പറയുമ്പോ ചേട്ടത്തിക്ക് എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകളെ വലിയ ഇഷ്ടമല്ലേ? അതൊക്കെ ഇല്ലാതിരിക്കും. ചേട്ടത്തിയും ആ വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ. പുരുഷോത്തമ പിള്ളേ, കാര്യമൊക്കെ ശരിയല്ലേ? വീട് ഞാൻ തന്നൂന്ന് കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിക്കരുത്. 2 പേർക്ക് കൂടിയാണ് വീട് തന്നിരിക്കുന്നത്. വേറെ ഒരൊറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. പറഞ്ഞേക്കാം. അതത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണമെങ്ങാനും കേട്ടുപോയാൽ അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമ്മ ചേർത്ത് ഒഴിച്ച്. ഏതായാലും താമസിക്കാത്ത ഒരു വീടായല്ലോ. ഇന്ന് മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിനെ പപ്പൻ നിങ്ങളെ ഹെൽപ്പും. എന്തോന്നാ റോഡിൽ? ഹലോ, കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, പോയിട്ട് വേറെ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മളോട് നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുണ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞു തരൂ. ശിവദാസ് മേനോൻ, TC 8/131, പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? കോളേജിലാ. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ അച്ഛട്ടാ. ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. എന്താ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യമുണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. കാര്യം വലിയ കാശുകാരൊക്കെ സുന്ദരിയെ മറക്കല്ലേ? സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ആക്ച്വലി ആരെ കാണാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡില്. എന്നാ ഞാൻ അപ്പുറത്ത്.
അർദ്ധരാത്രി പ്രേതോ എവിടെ എന്തോന്ന് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ചേക്കിടാ. പിടിച്ച് ഞെക്കി ഒരു ഉറങ്ങാൻ നോക്കണം. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ നന്നായിട്ടൊന്ന് ഉറങ്ങി വന്നായിരുന്നു. അത് പറഞ്ഞു மன்மதலீலையே என்றால் முருக, மன்மதலீலையே என்றால் முருக, மன்மதலீ ദോശ അറിയും, ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടട ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ വിചാരിച്ചിക്ക് അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കുന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി കൊണ്ട് വെക്ക്. അല്ല ചട്നിയാ? അല്ല കിഡ്നി. അല്ല മറിയമ്മ ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്ന മക്കൾ. അതെ, ആ ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. കൈ എടുക്കടാ. ചേർത്തി ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ആ. ഇതിങ്ങെടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ. നല്ല ദോശ. ഉം. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശയും ചട്നി. സമ്മതിച്ചിരിക്കും. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മറിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരട്ടെ. മുസ്തഫ മുസ്തഫ നാളെ ഇതേ നേരത്തെ ഇങ്ങോട്ട് വന്നോട്ടോ. ഒന്നും മിണ്ടണ്ട, സ്ത്രീ പീഡനത്തിന് ജയിലിലാവും. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ പെണ്ണ് പോയോടാ? ഏത് പെണ്ണ്? അവിടെ പോയില്ലേ? ആവോ? വാ. പോയാ? എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ ഇയാളിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പോ നല്ല ഉറക്കത്തിലായിരുന്നു. പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ, കുടിച്ചോ? ചായ ആരോട് ചോദിച്ചിട്ടാ ഈ ഷർട്ട് മുണ്ട് കൊടുത്തിട്ട്? അല്ലടാ ഡി. ഞാൻ വന്നല്ലടാ. ഓടാ. എന്റെ ഡ്രസ്സ് മുഷിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ്മ ചേർത്തിയായിരിക്കും. ചെന്നപ്പനി പറയാൻ വേണ്ട. ഇതിനെ എവിടെയും കൊണ്ട് ഒളിപ്പിക്കും. ഗുഡ് മോർണിംഗ്. എന്താടാ പിള്ളേരെ, പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാ. ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് പോകണമെന്നില്ല, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുത്തി, അതെ, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. എന്തേ? ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. ഞാൻ ഇന്നലെ കണ്ടതാ. ഒരുമാതിരി ആശുപത്രിയിൽ നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട് ഒരു പെണ്ണി ജനലിന്റെ അവിടെ ഇരിക്കുന്നത്. അതെ ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോന്നൊരു സംശയം. എഫക്സോട് ചേട്ടത്തി, അർദ്ധരാത്രി ആവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം എഫക്സോട്
അതൊക്കെ നിങ്ങൾ തോന്നല പിള്ളേർ വിടന്നെ പേടിയാവണല്ലോ. അവിടെ വീണ്ടും പോയാ വീട് പറയണ്ടേ? നീ കാരണം മനുഷ്യരോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം എവിടെയെങ്കിലും നീ. ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. അതെന്തായാലും ശരിയാവില്ല. ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്ത് പണ്ടാരങ്ങൾ ചെയ്യും, എന്തൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. പേര് പറഞ്ഞില്ല. മായ. ബ്യൂട്ടിഫുൾ നൈ. എനിക്കിഷ്ടായി. എന്തോ ദേ വരുന്നുടാ. പോട്ടെ. അതെന്താ? എന്താടാ ഇതിപ്പോ അടുത്ത കുറി ചേരാണോ? വാതിലും അടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നെനിക്കറിയാം. ചേട്ടൻ വിചാരിക്കുന്നല്ലോ ഒരു പ്രശ്നം. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നു അല്ലേ? അതെ. ഒന്ന് മാറിയെന്ന് എന്നെ വിട്, എന്നെ ഒന്ന് വിട്, തൽക്കാലം വിട്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അവിടെ ഇരുന്ന് സംസാരിക്കണം വല്ല കാര്യമുണ്ടോ? ഏതാണ് പിടിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പിന്നെ കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. അന്നെ വിടോ, എനിക്കൊന്ന് 3 വേണമെന്നേ. 3 അല്ല 2. അത് കളാ. ഇയാളെ എപ്പ നോക്കിയാലും അത് കളാന്ന് പറയണ്ടല്ലേ? അത് കളയണ്ടേ? നിനക്ക് സൗകര്യമുള്ളത് കളാ. അത് ശരി, അത് കളയാനാണല്ലേ? വിശാലമായ മുറി. ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ? അത്ര വലിയ സുഖമൊന്നും വേണമെങ്കിൽ ഞാനിവിടെ താമസിക്കാം. ഉള്ള കൂട്ടിന്റെ ഇപ്പൊ അധികം. ഈ മുറി അടച്ചിട്ടിരിക്കുക? അല്ല, മുറി പൂട്ടിട്ടിരിക്കുക. ഇത് കാലിയാ? ഇത് മുറിയാ. ഞാൻ വിചാരിച്ചു റൂമായിരിക്കും. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷെ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. പറഞ്ഞു പറഞ്ഞുതരട്ടോ. ചെല്ല്. അത് പൂട്ടിടണ. അവിടെ ഇരുന്നോ, ഞങ്ങൾ പോരാട്ടോ. ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവരെ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകും. അത്തുകളാ. ഒരാഴ്ചക്കകം നല്ല വിലയ്ക്കത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പാ? അപ്പോ ഞങ്ങള് വെളിയിലോട്ടൊന്ന് പോവുക അല്ലേ? ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ? ഇനി ആരും വരില്ല അല്ലേ? എന്നാ വാ, ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടാ. സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ ഇന്ന് പുരുഷേട്ടൻ വന്ന ദിവസമായതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി. എന്നാ വാ 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 പോവാം. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? എന്താ വൈകിയത്? ഇന്ന് ഞങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ദിവസമല്ലേ, അതുകൊണ്ട് തിരക്കിലായിരുന്നു. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇവിടെ ആരും ആർക്കും വേണ്ടിയും കാത്തിരിക്കണ്ട. ഇയാൾ വല്ലതും കഴിച്ചോ? കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചേക്കല്ലേ? ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. പിടിക്ക്, അങ്ങോട്ട് പറ. ഇവിടെ ആരും ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. കൊണ്ടുപോയി കഴിക്കും. കൊണ്ടുപോയി കഴിക്കാൻ ചിക്കൻ ബിരിയാണിയാ. എന്തിനാ കരയണേ? വല്ലാതെ വിശന്നുണ്ടാവല്ലേ? നിനക്കെന്താ അവിടെ പണി? എടാ, ഈ കുട്ടി ഇരുന്ന് കരയണ്ട. കരയുന്നെങ്കിൽ കൂടെ ഇരുന്ന് കണ്ണീര് കുറച്ച് കൊടുക്ക്. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ നോക്കണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, നേരം എടുക്കുന്ന സ്ഥലം വിട്ടോളണം. കഴിച്ചോട്ടോ.
മറക്കില്ല. ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടുന്നുള്ള എന്റെ യാത്ര വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും.